ഇന്നലെ മാമിനെ സ്വപ്നം കണ്ടിരുന്നു മാം. താങ്ക് യു. ഇത് ഹീലിംഗ് ക്ലാസ്, ഇതല്ല ചൈൽഡ്ഹുഡ്. യെല്ലോ ആ കളർ ഞാൻ പറയാൻ ചുരിദാറൊക്കെ വന്നത് ഇട്ടിട്ട്. എന്റെ പേരൻസ് മരിച്ചുപോയി. എന്റെ ഗ്രാൻഡ് പേരൻസ് മരിച്ചുപോയി പെട്ടെന്ന്. എന്റെ ഫാദർ മരിച്ചുപോയി. അപ്പൊ എന്റെ ഒരു ചെറുപ്പം മുതലുണ്ടായിരുന്ന ഒരു ബിലീഫ് സിസ്റ്റം, എന്നെ സ്നേഹിക്കുന്നവരെല്ലാരും മരിച്ചു പോകുമെന്നുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് കല്യാണം ഒക്കെ കഴിഞ്ഞു വന്നപ്പം എന്റെ ഏറ്റവും വലിയ ഭയമായിരുന്നു എന്റെ ഭർത്താവ് മരിച്ചു പോകുന്നുള്ള തോന്നലായിരുന്നു. ഒരു യാത്രയ്ക്ക് പുറപ്പെട്ട് വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ എനിക്ക് ഭയങ്കര ഭയമാണ്. തിരിച്ചു വരുന്നേടം വരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോഴാണ് അത് മനസ്സിലാകുന്നത്. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് പണം, ഒരുപാട് മേഖലകളിൽ നിന്ന് പൈസ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നു. എന്ത് ബിസിനസ് ചെയ്താലും പൈസ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഈ പണം സേഫ് ആയിട്ട് വെച്ചില്ല. കാരണം എന്റെ വിചാരം, പണം സേഫായി വെച്ചാൽ ഇവിടെ ഒരു നഷ്ടം എനിക്ക് സംഭവിക്കും. അതുകൊണ്ട് പണമല്ലേ അത് പൊക്കോട്ടെ. ഇപ്പം മാം പറഞ്ഞപ്പോഴാണ് അതുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. പണമല്ലേ അത് പൊക്കോട്ടെ, പക്ഷെ എനിക്ക് ആളെ കിട്ടണമല്ലോ. അപ്പൊ അതുകൊണ്ട് പണം വന്നത് ഞാൻ ഒരിക്കലും സേഫ് ആയിട്ട് വെച്ചില്ല. പണം വന്നത് പൊക്കോട്ടെ, ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റോ ഒന്നും എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല. അതേ പാറ്റേൺ തന്നെ എന്റെ കുട്ടികൾക്ക് ഞാൻ കൊടുത്തു. മാമിന്റെ ഹീലിംഗ് സെഷനിൽ വന്നപ്പോഴാണ് സത്യത്തിൽ ആ ഒരു പാറ്റേൺ എല്ലാം ഞങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. താങ്ക് യു സോ മച്ച്. 100% ട്രൂ ആണത്. നമ്മൾ ഭയങ്കര സ്കേഴ്സിറ്റിയിൽ ലിവ് ചെയ്യും. നമ്മൾ അവിടെ ഫോക്കസ് കൊടുക്കത്തില്ല. നമ്മൾ കംപ്ലീറ്റ് ലൈഫ് നിൽക്കുന്ന ഈ ഉണ്ടിൽ നിന്നാണ്, ഈ ഫിയറിൽ നിന്നാണ്, ഈ ഒരു ലോസിൽ നിന്നാണ്. എസ്പെഷ്യലി ഫിയർ ഓഫ് ലോസ് എന്ന് പറയുന്നത് ഭയങ്കര. അതിപ്പോൾ നമുക്ക് ആരും ആകാം. പാരൻസ് ആകാം, ഗ്രാൻഡ് പാരൻസ് ആകാം, മക്കളാകാം, ഇതാരും ആകാം. ഇത് ആ ഊണ്ടൊക്കെ ഗ്രീഫിലൊക്കെ ഹീല് ചെയ്തിട്ടാണെങ്കിൽ അതുപോലെ തന്നെ ഷെയിം എല്ലാം ഈ പറഞ്ഞ റിലേഷൻഷിപ്പിനെയും മണിയെയും നമ്മുടെ കരിയറിനെയും പർപ്പസിനെയും ഒക്കെ ബാധിക്കും. സോ വർക്ക് ഓൺ ദാറ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ചോദ്യവും എന്തെങ്കിലും ഫീഡ്ബാക്കും ഉണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും വേറൊരു സംഭവമായിട്ട് കാണാം.